മാസപ്പടി വിവാദത്തിൽ നാളിതുവരെയുള്ള വ്യവഹാരങ്ങളിൽ ആരോപണ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ദിവസമാണിന്ന്. SFIO അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം അവർ പ്രത്യക്ഷമായ അന്വേഷണത്തിലേക്ക് കടന്ന ദിവസമാണ്. ഇന്ന് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയ ഏതാണ്ട് അതേ സമയത്താണ് കൊച്ചിയിലെ CMRL ഓഫീസിലെ SFIO പരിശോധന തുടങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട പരിശോധന. അറസ്റ്റിനടക്കം വലിയ അധികാര പരിധിയുള്ള SFIO ഇനി പോവുക KSIDCയിലേക്കാണ്, എക്സാലോജിക്കിന്റെ പേപ്പർ പരിശോധനകളിലേക്കാണ്. സീരിയസ് ആവുന്നോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം? മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമോ? ആ അന്വേഷണം ഏതുവരെ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ റജി ലൂക്കോസ്, ശ്രീ PR ശിവശങ്കർ, ശ്രീ ഷോൺ ജോർജ് എന്നിവർ ചർച്ചയിലാണ്. ഞാൻ ശ്രീ ജോസഫ് സി മാത്യു. ശ്രീ ജോസഫ് സി മാത്യു, അറിയാൻ കഴിയുന്നത് ഒരു പ്രാഥമിക പരിശോധന എന്നതാണ്. പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ പ്രാഥമിക റിപ്പോർട്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നു. അതിനുശേഷം മാത്രമേ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ, അറസ്റ്റ് വേണമെങ്കിൽ അതിലേക്കൊക്കെ ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുവരെ നേരായ ദിശയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോകുന്നു എന്ന് പറയാനായോ ശ്രീ ജോസഫ് സി മാത്യു? കാശ്മീർ യഥാർത്ഥത്തിൽ അന്വേഷണം ആരംഭിക്കുന്നതേ ഉള്ളൂ. നമുക്കതൊന്നും പറയാൻ ഉള്ള സമയമായില്ല. നമ്മളത് വളരെ പ്രകടമായി പബ്ലിക് ഡൊമൈനിലല്ല അത് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും പ്രിമച്വർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അന്വേഷണം നടക്കും എന്ന് തന്നെ വേണം നമ്മൾ വിചാരിക്കാൻ. അതിൻ്റെ കൺക്ലൂഷൻ എന്താവും, ആ സമയത്ത് വേറെ ഇടപെടൽ ഉണ്ടാവുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം ഇതിൻ്റെ രേഖകൾ പലതും വളരെ കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇൻകം ടാക്സുകാരത് സീസ് ചെയ്യുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ രേഖകൾ അങ്ങനെ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നടന്നുകൂടാഴിക ഒന്നുമില്ലെങ്കിലും അത്ര എളുപ്പമല്ല. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ആ രേഖകളുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. രണ്ടാമത് CMRLലാണ് തുടങ്ങിയത് എന്നുള്ളതും സ്വാഗതാർഹമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എക്സാലോജിക്കാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നതെങ്കിലും നമ്മൾ ആ CMRLൻ്റെ അഴിമതിയുടെ CMRL കൊടുക്കുന്ന കൈക്കൂലിയെക്കുറിച്ചാണ് പ്രധാനമായ ചർച്ചാ വിഷയം എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ എക്സാലോജിക്കിന് കിട്ടിയത് താരതമ്യേന ഒരു കുറഞ്ഞ തുകയാണ്. അതിൻ്റെ തുകയുടെ വലിപ്പം കൊണ്ട് കുറ്റകൃത്യം കുറഞ്ഞതാണ് എന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ അതിലും വലിയ കോഴ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദൈനംദിനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലും ഈ അസസ്മെൻറ്റ് പീരീഡിലും ഇൻകം ടാക്സുകാരത് കണ്ടെത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷണം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് പരിശോധിച്ച് ആ കാലയളവിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ പ്രവർത്തനം പരിശോധിക്കുന്ന സമയത്ത് ഇതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയതിലും എത്രത്തോളം വലുതാണെന്നും എത്രയോ വർഷങ്ങളായിട്ട് ഇതിങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഉള്ളത് നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഈ അടുത്ത കാലത്താണ് ഹൈക്കോടതിയിലേക്ക് വീണ്ടും ഈ കേസ് എത്തിയത്. രാഷ്ട്രീയ രംഗത്തെക്കുറിച്ച് ഒറ്റ കാര്യം, കേന്ദ്ര സർക്കാർ അഭിഭാഷകനെതിരെ അന്ന് കോടതി രൂക്ഷമായ പ്രതികരണം നടത്തി. അതിന് കാരണമായത് SFIO അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് പറയാതെയുള്ള കേന്ദ്രത്തിന്റെ ഒളിച്ചുകളിയായിരുന്നു. 2 തവണയും കൂടുതൽ സമയം ചോദിച്ചു കേന്ദ്രത്തോട്. അന്ന് ശാസനാസ്വരത്തിൽ പറഞ്ഞതാണ് കോടതി SFIO വേണോ വേണ്ടേ നിലപാടെടുക്കാൻ ആവശ്യപ്പെട്ടു. 12-ാം തീയതി വീണ്ടും ഷോണിന്റെ കേസ് പരിഗണിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കോടതിയിൽ തൽക്കാലം രക്ഷപ്പെടാം എന്നൊരു ഉപായം കൂടി ഉണ്ടോ ജോസഫ് സി മാത്യു? കാശ്മീർ നമുക്ക് പറയാൻ കഴിയില്ല. അതിന് കാരണങ്ങൾ 2-3 ഉണ്ട്. ഒന്ന്, ഇന്ത്യയിലെ പൊതുസ്ഥിതി അനുസരിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ആ നേതാക്കന്മാരോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന സമീപനം എന്താണെന്നുള്ളത് ഇത്തരം കേസുകളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2, ഇൻകം ടാക്സ് പരിശോധനയുടെ ഭാഗമായി ഈ വിവരങ്ങൾ പുറത്തു വരികയും വളരെ വ്യക്തമായി ഇത് പൊളിറ്റിക്കൽ കറപ്ഷനാണ് എന്ന് ഇൻകം ടാക്സ് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ഒരുപക്ഷെ വളരെ ഗ്ലെയറിങ് അല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ അങ്ങനെ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല.
അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ആ റിപ്പോർട്ടിലുടനീളം, സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിലുടനീളം നമുക്ക് കാണാവുന്നതാണ്. സെറ്റിൽമെൻറ്റ് ബോർഡിനും അപ്പുറത്ത് ഇൻകം ടാക്സിൻ്റെ അസസ്മെൻറ്റും മറ്റ് പരിശോധനകളും നടന്നപ്പോഴത്തെ രേഖകൾ നമ്മൾ കണ്ടിട്ടില്ല. അത് കൂടുതൽ റിവീലിംഗ് ആയിട്ടുള്ള രേഖകൾ ഉണ്ടാവും എന്നുള്ളതും തീർച്ചയാണ്. പക്ഷേ എന്നിട്ടും കേന്ദ്ര സർക്കാർ ഇതിന്മേലൊരു അന്വേഷണം നടത്തേണ്ട EDയോ CBIയോ അതുപോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തയ്യാറായില്ല. മൂന്നാമത്തെ കാര്യം, ഈ വിഷയത്തെക്കുറിച്ചൊരു അന്വേഷണം വേണ്ട ഘട്ടം വന്നു. കോടതിയിൽ ശ്രീ ഷോൺ ജോർജ് പോയി. കോടതിയിൽ വന്നപ്പോഴും 210 പ്രകാരമുള്ള ഒരു അന്വേഷണത്തിനാണ് തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം. എന്നിട്ട് ഇപ്പോൾ SFIO അന്വേഷണം വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെ CSI ചർച്ചിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി ഇത് അവരുടെ വിധിയിൽ പറഞ്ഞത്, ഇതിൻ്റെ വേർഡിങ്സ് SFIOയുടെ അന്വേഷണത്തിന് ഉത്തരവിടാവുന്നതിൻ്റെ വേർഡിങ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് മേ ഇൻ ഇറ്റ്സ് ഒപ്പീനിയൻ അങ്ങനെ തോന്നിയാൽ മേ ഓർഡർ ആൻ SFIO എൻക്വയറി എന്നുള്ളതാണ്. അപ്പം മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഇറ്റ്സ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീരിയസ് ഫ്രോഡിലൻ്റ് അന്വേഷണം വേണോ വേണ്ടായോ എന്നുള്ളതല്ല, ഇത് സംബന്ധിച്ച് ഖണ്ഡിതമായൊരു അഭിപ്രായം പറയണം. ഇത് സീരിയസ് ഫ്രോഡിലൻ്റ് കേസാണോ അല്ലയോ എന്നുള്ള അഭിപ്രായം പറയണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് അങ്ങനെയല്ല എന്ന് പറയാൻ കേന്ദ്ര സർക്കാരിന്, കമ്പനി മന്ത്രാലയത്തിന് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ പാരാമീറ്റർ വെച്ചിട്ടും ഇത് സീരിയസ് ഫ്രോഡിലൻ്റ് കേസിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധിതമായൊരു ഘട്ടത്തിലാണ് ഈ അന്വേഷണം വന്നതെന്നുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഷോൺ ജോർജ്, താങ്കൾ തന്നെ കോടതിയിൽ പറഞ്ഞത് ROC അന്വേഷണം മാത്രമാക്കുന്നത് സെക്ഷൻ 210 പ്രകാരമുള്ളത് അന്വേഷണം അട്ടിമറിക്കാനാണ് എന്നൊരു കടന്നാരോപണം താങ്കൾ അന്ന് ആ ദിവസം കോടതിയിൽ ഉന്നയിച്ച ആളാണ്. ഇപ്പോഴും എപ്പോഴും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഇത് ഒത്തുതീർപ്പാണ്. SFIO യുടെ അന്വേഷണം ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ പോലും ഏതെങ്കിലും ഒരു മൈൽ സ്റ്റോണിലേക്ക് ഇപ്പോഴും എത്തുന്നില്ല ഷോൺ. മറ്റു പല കേസുകളും എന്നതുപോലെ ഈ കേസ് ഒത്തുതീർപ്പാണ് എന്ന പ്രതിപക്ഷ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഷോൺ. ഞാൻ പറയട്ടെ, ഈ കറപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾക്ക് 135 കോടി രൂപ ഇവിടെ വിതരണം ചെയ്യപ്പെട്ടു. അത് ആരുടെ കയ്യിലേക്ക് പോയി എന്നുള്ള അന്വേഷണമാണ് ഇവിടെ മുഖ്യമായും നടക്കേണ്ടത്. ഇപ്പോൾ കമ്പനികളിൽ തട്ടിപ്പ് നടന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ രേഖ ഞാൻ കൊടുത്തതുകൊണ്ടാണല്ലോ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് സംശയങ്ങളോ രേഖകളോ ആവശ്യമില്ല. അതിനേക്കാൾ കൂടുതൽ ആവശ്യം ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണം. അതിന് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സിന് പരിമിതിയുണ്ട്. ആ കാര്യങ്ങളിലാണ് SFIയുടെ കൂടുതൽ ഇടപെടലും അന്വേഷണവും ആവശ്യമായിട്ടുള്ളത്. ഞാൻ ചോദിച്ച ഒത്തുതീർപ്പിനെ കുറിച്ചായിരുന്നു ഷോൺ. ഒത്തുതീർപ്പ് എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നു. ഷോണിന് പോലും അക്കാര്യത്തിൽ ഉറപ്പുണ്ടോ ഒത്തുതീർപ്പുണ്ടാവില്ല എന്ന് ഷോൺ? ഞാൻ പറയട്ടെ, ഈ കറപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾക്ക് 135 കോടി രൂപ ഇവിടെ വിതരണം ചെയ്യപ്പെട്ടു. അത് ആരുടെ കയ്യിലേക്ക് പോയി എന്നുള്ള അന്വേഷണമാണ് ഇവിടെ അതിനായിട്ട് നടക്കേണ്ടത്. ഇപ്പോൾ കമ്പനികളിൽ തട്ടിപ്പ് നടന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ രേഖ ഞാൻ കൊടുത്തതുകൊണ്ടാണല്ലോ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യം. റെജി ലൂക്കോസ്, നമ്മൾ നേരത്തെ ജോസഫ് സി മാത്യുവിനോട് ചോദിച്ച, ഞാനിപ്പോൾ ഷോണിനോട് ചോദിച്ച ആ ദിവസം റെജി ലൂക്കോസ് അന്ന് കോടതിയിൽ 4-ാം കക്ഷിയായ KSIDCക്ക് വേണ്ടി ഹാജരാവുന്നത് വക്കീലിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? അഡ്വക്കേറ്റ് CS വൈദ്യനാഥൻ. ചില്ലറക്കാരനല്ല, പഞ്ചനക്ഷത്ര 5 സ്റ്റാർ വക്കീലാണ്. എന്ന് പറഞ്ഞാൽ അയോധ്യ കേസിൽ രാംലല്ല വിരാജ്മാന് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീലാണ്. എന്ന് പറഞ്ഞാൽ അയോധ്യ ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. അതിൻ്റെ റാഷണാലിറ്റി കോടതി തിരയേണ്ടതില്ല എന്ന് കോടതിയിൽ വീറോടെ വാദിച്ച വക്കീലാണ്. ഒരൊറ്റ ഓൺലൈൻ സിറ്റിംഗ് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് KSIDC കത്തെഴുതിയെന്നാണ് കേൾക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കർത്തായിൽ നിന്ന് വാങ്ങിയ പണത്തിൽ നിന്ന് കൊടുക്കില്ല. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ആ കേസിനും സർക്കാർ പണം കൊടുക്കാൻ പോവുകയാണ്. റെജി ലൂക്കോസ്. ആഷ്മി, ഇവിടെ ചർച്ചയുടെ മെയിൻ തീം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ഈ ചർച്ച നടക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. ജോസഫ് സാറിന് പോലും അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ആധികാരികമായി പറയാനുള്ള സമയമായിട്ടില്ലെന്നാണ് പറയുന്നത്. 8 ആഴ്ചത്തെ പീരീഡാണ് കൊടുത്തിരിക്കുന്നത് SFIOയ്ക്ക് ഇതിന്റെ റിപ്പോർട്ട് അന്വേഷിച്ച് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ളതാണ് ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒന്നും ഇവിടെ നടന്നിട്ടില്ല.
നമ്മൾ മനസ്സിലാക്കേണ്ട 75 കോടിയോളം രൂപയുടെ രാഷ്ട്രീയക്കാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയക്കാർക്കാണ് ഭൂരിപക്ഷവും. 4 കോൺഗ്രസ് നേതാക്കന്മാർ അത് സമ്മതിച്ചിട്ടുമുണ്ട്. അതിന്റെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് വലിയ രീതിയിലുള്ള ഒരു പെർസെന്റ് എക്സെപ്ഷൻ കൊടുത്തിട്ടാണ് അത് സെറ്റിൽ ചെയ്തത്. വീണാ വിജയനെ സംബന്ധിച്ചുള്ള ഈ എമൗണ്ട് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ത്രൂ ബാങ്ക്, ഇന്ത്യയുടെ നാഷണലൈസ്ഡ് ബാങ്കിലൂടെയാണ് ഈ പണം അവർ ചെയ്ത സേവനത്തിന് കയ്യിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഈ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ മറ്റൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. മറ്റതെല്ലാം ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതിനേക്കാളൊക്കെ എത്ര ഭീകരമായിട്ടുള്ള അന്വേഷണങ്ങളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കയറി നിരങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ചുള്ള ഇവരുടെ റിപ്പോർട്ട് എന്തായിരുന്നു? ഏതെല്ലാം രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു? കോടതി അവസാനം എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു തെളിവും ഹാജരാക്കാനില്ല എന്ന് പറഞ്ഞു. എത്ര ഉദ്യോഗസ്ഥന്മാരെ ബലിയാടുകളാക്കി. അപ്പൊ ഇപ്പോൾ നടക്കുന്ന നാടകങ്ങൾ അത് തന്നെയാണ്. ഇവിടെ ഇനി ചോദ്യത്തിന് കൃത്യമായ ചോദ്യം KSIDC എന്താണ് മുഖ്യ ഈ കരിമണൽ കർത്ത ചെയ്യാത്ത പണിക്ക് ചെയ്യാത്ത ജോലിക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.25 കോടി രൂപ കൊടുത്തതിന് നമ്മുടെയൊക്കെ പങ്കാളിത്തമുള്ള KSIDC ഹാജരാവേണ്ടി വരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലെ ഓഫീസ് പോലെ ഒരു ഗുരുതര സ്വഭാവമുള്ള ഏജൻസിക്ക് മുന്നിൽ KSIDC നിൽക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, വൈദ്യനാഥനെ പോലെ ഒരു 5 സ്റ്റാർ വക്കീലിനെ സർക്കാർ ഇറക്കേണ്ടി വരുന്നു. ആ 5 സ്റ്റാർ വക്കീലിന് ലക്ഷങ്ങൾ നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരുന്നു. റജി ലൂക്കോസ്, അതിനും സഹിക്കേണ്ട നമ്മളാണ്. അല്ല, KSIDC എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ KSIDC എന്ന് പറഞ്ഞ ഒരു സർക്കാർ സ്ഥാപനമല്ലേ. അതിനെ തകർക്കാനായിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയിൽ അത് പ്രൊട്ടക്ട് ചെയ്യാത്തുള്ള സർക്കാരിന്റെ ധാർമ്മികതയാണ്. ഏത് വക്കീലിനെ ഇറക്കി വേണം അത് വാദിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനകത്തൊന്നും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലുള്ള അഴിമതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവേചനമുള്ളതായിട്ട് ആർക്കും കണക്കാൻ പറ്റത്തില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് ആണല്ലോ വിഷയം. അതിലേക്ക് തന്നെ വരും. ഞാൻ ചോദിക്കട്ടെ, ചെയ്യാത്ത പണിക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് പരിഹരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തിനാണ് 1.25 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ ഈ പറയുന്ന ടൈന്റഡ് ആയ ഒരു മുതലാളിയിൽ നിന്നും ചെയ്യാത്ത പണി ആ പണം വാങ്ങിയെന്ന സേവനം എന്ത് എന്ന് വെളിപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ മറുപടി ഇല്ലായ്മയിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് 25 ലക്ഷം രൂപ, ഇല്ലാത്ത ഖജനാവിൽ 25 ലക്ഷം രൂപ വൈദ്യനാഥിന് വാങ്ങുക. റജി ലൂക്കോസ്, അല്ല, അതിനകത്ത് ആശ്മി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഈ കേസുമായിട്ട് ചെന്നപ്പോൾ കോടതി എടുത്ത് ദൂരെ എറിഞ്ഞു. ഇതിനകത്ത് ഒരു FIR പോലും ഇല്ല, അല്ല പ്രാഥമിക അന്വേഷണത്തിന് പോലും പ്രസക്തിയില്ലാതെന്ന് പറഞ്ഞ് കോടതി തള്ളിയൊരു കേസാണ്. അതിനുശേഷമാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. അപ്പൊ ലക്ഷ്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകളെ കൊടുക്കുക. മുഖ്യമന്ത്രി അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആരും ഒളിച്ചുകൊണ്ടിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ മകള് ഒരു കഥയില്ലാത്ത കേസാണെങ്കിൽ വൈദ്യനാഥൻ എന്തിനാണ് സാർ ഓൺലൈനിൽ അവരൊരു എക്സാലോജിക് എന്ന് പറഞ്ഞ ഒരു കഥയുമില്ലാത്ത കേസാണെങ്കിൽ KSIDC എന്തിനാണ് വൈദ്യനാഥിനെ പോലെ ഒരു പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ പവൻമാറ്റ് വരെയുള്ള വക്കീലിനെ ഇറക്കുന്നത്? ഒരു കഥയുമില്ലാത്ത കേസാണെങ്കിൽ റജി ലൂക്കോസ്, അല്ല, ഞാൻ വീണാ വിജയന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് സംസാരിച്ചത്. KSIDCയെ സംബന്ധിച്ചുള്ള ആ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ, അത് കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ കോടതിയിൽ വാദിക്കാൻ വേണ്ടി ഏത് നല്ല വക്കീലിനെ ഇറക്കാനുള്ള എല്ലാ ധാർമ്മികമായിട്ടുള്ള അവകാശവും സംസ്ഥാന സർക്കാരുണ്ട്. ചോദ്യങ്ങളുടെ മറുപടിയിലേക്ക് വരട്ടെ, വെറുതെ ഇടപെടാതിരിക്കട്ടെ. അപ്പൊ ഇതിനകത്തൊരു ലക്ഷ്യം എന്താ? ഇത് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. എന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അത് ശിവശങ്കർ മറുപടി പറയുന്നത് ഞാൻ വിചാരിക്കുന്നത്, ഇന്ത്യയിൽ NDA ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഏതെങ്കിലും ഒരു കേസിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ? വ്യാപക അഴിമതി. ഒന്നാം മധ്യപ്രദേശ് BJP സർക്കാരിന്റെ കാലത്തുണ്ടായ അഴിമതി 660 കോടി രൂപയുടെ അഴിമതിയാണ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 2 യൂണിവേഴ്സിറ്റി ഡീൻമാര്, നിരവധി പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫഷണൽസ്, 12ഓളം മാധ്യമപ്രവർത്തകർ, ഇവരെല്ലാം ആത്മഹത്യ ചെയ്യുകയോ കൊലപാതകം നടത്തുകയോ ചെയ്തു. കോടതി അവസാനം പറഞ്ഞത് എന്താണ്? ഈ കേസുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? കാരണം അത്രയ്ക്കും രീതിയിലുള്ള ഭീകരമായിട്ട് തട്ടിപ്പാണ് യൂണിവേഴ്സിറ്റി പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത്. ഏതെങ്കിലും ഒരു ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ മധ്യപ്രദേശ് സർക്കാരിന് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്? നിങ്ങൾ പറയൂ, നിങ്ങൾ മറുപടി പറയൂ. അതൊക്കെ ചർച്ച അപ്പോഴും ഒരു കാലത്തും ഉത്തരമില്ലാത്ത മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെന്ന് പറയുമ്പോൾ പോലും കരിമണൽ കർത്തായുടെ പക്കൽ നിന്ന് 1.25 കോടി രൂപ വാങ്ങി ചെയ്തു കൊടുത്ത ജോലി എന്താണ് എന്നൊരു മറുപടി ഇല്ല. ശ്രീ റജി ലൂക്കോസ്, എന്തിനാണ് എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി പെട്ടെന്ന് വരികയും ഈ കമ്പനി രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രം വായ്പ കൊടുക്കുകയും ആ വായ്പ കൊടുത്തതിന് ശേഷം ആ കമ്പനി അന്തരീക്ഷത്തിൽ ആവിയാവുകയും ചെയ്തത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. റജി ലൂക്കോസ്, ആ ഉത്തരം വരുന്നിടത്ത് നമ്മുടെ ചർച്ചകൾ തീർന്നു. പിന്നെ എന്ത് SFIO? ആ ഉത്തരം വരുന്നിടത്ത് നമ്മുടെ ചർച്ച തീർന്നു. ആ ഉത്തരം വരുന്നില്ല. ഉത്തരം ഒരു ഘട്ടത്തിലും ഒരിടത്തൊന്നും വരുന്നില്ല. റജി ലൂക്കോസ്, ആ ഉത്തരം വളരെ സിമ്പിൾ അല്ലേ?
അല്ല, നിങ്ങളുടെ എയിം എന്താണെന്ന് വളരെ വ്യക്തമായി. കാരണവശാൽ ഇവിടെ ഇന്നത്തെ ഈ പറയുന്ന റെയ്ഡ് അല്ല, അതൊരു പരിശോധനയാണെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. 6 മണിക്കൂർ പരിശോധിച്ച് എന്തൊക്കെ രേഖ കൊണ്ടുപോയി. പിന്നെ അത് നമുക്ക് അതിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ എന്തെങ്കിലും അവര് സേവനങ്ങൾ ചെയ്യാതെ കൊണ്ടുള്ള പണമാണ് വാങ്ങിയതെങ്കിൽ, സേവനം ചെയ്യാതെ പണം എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിലൂടെ ട്രാൻസാക്ഷൻ നടത്തുന്നത്? എങ്ങനെയാണ് ഇൻകം ടാക്സ് സെറ്റിൽ ചെയ്ത് കൊടുത്തത്? നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ വിജിലൻസ് കോടതി തള്ളിയത് എങ്ങനെയാണ്? ഇനി മുമ്പോട്ട് കോടതി ഷോൺ കൊടുത്തൊരു കേസുണ്ട്. ആ കേസ് വരുമ്പോൾ കോടതിയിൽ അവർ പറയും ഞാൻ ഇന്ന സേവനാന്നുള്ളവരും. എന്തിനധികം കർത്തായുടെ മകൻ ഏത് കോടതിയിൽ എവിടെ പറഞ്ഞു? ROC പറയാമായിരുന്നു. അവർ ചെയ്തത് സർ, ROC പറയാമായിരുന്നു. ROC പറഞ്ഞില്ല, ഇവേസീവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒഴിഞ്ഞു മാറി എന്ന് പറയുകയാണ്. സർ, എവിടെയെങ്കിലും പറ, എക്സാലോജിക്ക് ഒരു വാർത്താക്കുറിപ്പെങ്കിലും ഉറക്ക്. ഇത്രയും കോലാഹലം ഉണ്ടാവുന്നുണ്ടല്ലോ, നാടിന്റെ മുഖ്യമന്ത്രിയെയും നാട് ഭരിക്കുന്ന പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ടല്ലോ. എക്സാലോജിക്ക് ഒരു വാർത്താക്കുറിപ്പ് ഇറക്ക്. 1, 2, 3, 4 ഇന്ന സേവനം ഞങ്ങൾ ചെയ്തു കൊടുത്തു, ഇത്രേ ഉള്ളൂ എന്നൊരു വിസ്തീർണത്തിൽ തീരാവുന്നേ ഉള്ളന്നേ. MP ഗോവിന്ദൻ ഇറങ്ങേണ്ട, AK ബാലൻ ഇറങ്ങേണ്ട, മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിശുദ്ധനാണെന്ന് കൈ കാണിക്കാൻ വേണ്ട. എക്സാലോജിക്കിന്റെ ഒരു വാർത്താക്കുറിപ്പിൽ തീരാവുന്ന പ്രശ്നമാണ് റജി ലൂക്കോസ്. അല്ല, അത് അവർ കോടതി പറഞ്ഞോളും. അതിപ്പോ വാജ്പേയിയുടെ എന്റെ അടുത്ത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കോടതി നിയമപരമായിട്ട് പറയും ഞാൻ ഇന്ന സേവന ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, അവർ മാത്രമല്ലല്ലോ, അവര് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിലൂടെ ട്രാൻസാക്ഷൻ നടത്തി. ഇവിടെ കൈക്കൂലി ഭീമമായ എമൗണ്ട് വെച്ച കോൺഗ്രസ് നേതാക്കന്മാരില്ല. നിങ്ങൾ ആരെങ്കിലും അവരെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് അത് സെറ്റിൽ ചെയ്തത്? അതിൽ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല പരസ്യമായിട്ട് സംബന്ധിച്ചില്ല ഞങ്ങൾ പണം വാങ്ങിയെന്നുള്ളവരും. അത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ത്രൂ ബാങ്ക് അല്ല. ബാങ്കിലൂടെ അല്ലാത്ത എല്ലാ ട്രാൻസാക്ഷനും 2 ലക്ഷം രൂപയുടെ അപ്പുറത്ത് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഇന്ത്യയിൽ പുതിയ നിയമം അനുസരിച്ച് ഇല്ലീഗലാ. ആ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടത്തവരെ എങ്ങനെയാണ് സെറ്റിൽ ചെയ്ത് കൊടുത്തത്? അപ്പൊ നിങ്ങളെന്താ അതിലേക്ക് പോകാത്തത്? ഇത് ഡയറക്റ്റ് ബാങ്കിലൂടെ അല്ലേ വന്നത്, ത്രൂ ബാങ്കിലൂടെ. നിങ്ങൾ എത്ര ദിവസം അവർക്ക് സേവനം ചെയ്തതിൽ എന്തെങ്കിലും പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുടെ മകളുടെ മകളുടെ അക്കൗണ്ടിലേക്കാണ് ചെയ്യാത്ത ജോലിക്ക് പരിസ്ഥിതിക്ക് വലിയ കോട്ടമുണ്ടാക്കുന്നു അവർ തന്നെ പറയുന്ന ഒരു മുതലാളി ചെയ്യാത്ത പൈസയ്ക്ക് പണം ഇട്ട് കൊടുത്തത്. എന്നിട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ വാങ്ങിയത് പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്തും. ഞാൻ നേരത്തെ പറഞ്ഞ CS വൈദ്യനാഥിന്റെ കാര്യം, ഈ പ്രോപ്പർ ചാനൽ RTA വഴി നേടിയ മറുപടിയിൽ ഈ അടുത്ത് വന്നൊരു മറുപടി പറയുന്നത് കേരള ഹൈക്കോടതിയിൽ ഏപ്രിൽ 2021 മുതൽ ഓഗസ്റ്റ് 2023 വരെ ഹാജരായ 5 സ്റ്റാർ വക്കീൽമാരും ഫീസും അതിൽ പറഞ്ഞ ഹരീൻ പി റാവൽ കൊടുത്ത 70 ലക്ഷമാണ്. ഇതേ CS വൈദ്യനാഥൻ വക്കീൽ കൊടുത്ത 60 ലക്ഷമാണ്. KK വേണുഗോപാൽ 23.5 ലക്ഷം, ഫാലിയസ് നരിമാൻ 30 ലക്ഷം. ആ ലിസ്റ്റ് അങ്ങനെ പോകുന്നു. അതേ കാലയളവിൽ സുപ്രീം കോടതിയിൽ ഹാജരായ വക്കീൽമാർ ജയ്ദീപ് ഗുപ്ത കൊടുത്തു 1.29 കോടി, രഞ്ജിത് കുമാർ 71.5 ലക്ഷം, കപിൽ സിബൽ 36, പല്ലവ് സിസോദിയ 38 ലക്ഷം. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു കിടപ്പാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പാങ്ങില്ലാത്ത കാലത്താണ് കേട്ടോ സർക്കാരിൻ്റെ വ്യവഹാര ചെലവ്. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കൂട്ടത്തിൽ. ഞാനെത്താം. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയ 1.25 കോടി രൂപ മാത്രമല്ല, കോൺഗ്രസ്സുകാർ വാങ്ങിയ മാധ്യമങ്ങൾക്കടക്കം കൊടുത്ത ഒരു കമ്പനി അവരുടെ തട്ടുകേട് കാരണം മുടക്കമില്ലാതെ അതിൻ്റെ ബിസിനസ് മുന്നോട്ട് പോകാതിരിക്കാൻ ശതകോടികൾ വാരിയെറിഞ്ഞതിൻ്റെ കണക്ക് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് അടക്കം പറഞ്ഞാണ്. അതിനെക്കുറിച്ച് ആർക്കും മൗനമാണ്. അതിനെക്കുറിച്ച് BJP പോലും പറയുന്നില്ല. ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ എവിടെയൊക്കെ വാങ്ങി, ഏതൊക്കെ മാധ്യമങ്ങൾ വാങ്ങി, എങ്ങോട്ടൊക്കെ ഇവർ പണം കൊടുത്തു, എന്താണ് ഈ കമ്പനി കൈക്കൂലിൽ കൂടി നടത്താൻ ആർക്കും അത് പ്രശ്നമില്ല, ലാഭലാതി ഇല്ല. മുഖ്യമന്ത്രിയുടെ മകൾ 1.25 കോടി വാങ്ങി മാത്രമേ പ്രശ്നമുള്ളൂ. ശ്രീ PR ശിവശങ്കർ. അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നും ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെയാണോ പണം വാങ്ങിയത്, പ്രത്യേകിച്ച് UDF നേതാക്കളും പണം വാങ്ങിയാൽ അതെല്ലാം ഈ അന്വേഷണത്തിൽ വരണം, അല്ലെങ്കിൽ വരും എന്ന് തന്നെയാണ് BJPയുടെ സുവ്യക്തമായ അഭിപ്രായം. അക്കാര്യത്തിൽ ആരും സംശയമില്ല. പക്ഷേ കൂടുതലായിട്ട് എക്സാലോജിക്കുമാരും ഡിസ്കഷനിൽ വന്നത് കാരണം ആ കാര്യങ്ങൾ ഒരു ചർച്ച ചെയ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ മകളാരണം ആ കാര്യം ചർച്ച ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം ആ രാജ്യത്തിലേക്കും പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട 3 കാര്യം ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, ഇത് കൂടാണ്ട്, ഇപ്പോൾ ഹാഷ്മി ചോദിച്ചതിൽ കൂടാണ്ട് ROC മുന്നോട്ട് വെച്ച ചോദ്യങ്ങളോട് എക്സാലോജിക്കും CMRലും മാത്രമല്ല KSIDCയും ഉത്തരം പോലും നൽകാതെ മൊഴിഞ്ഞുമാറി. എക്സാലോജിക്ക് ഗീവ് സം ഫിൽംസി ഒരു റെക്കോർഡ്സ്, അല്ലെങ്കിൽ ഒട്ടും ദുർബലമായ കുറേ ഉത്തരങ്ങളാണ് നൽകിയത്, ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലാന്ന് ROC പറയുന്ന ഒരു രേഖകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു CMRലായാലും എക്സാലോജിക്കായാലും KSIDC ആയാലും, KSIDC ഭാഗത്തു നിന്ന് ഇപ്പം നമുക്കറിയാം അവർക്ക് കിട്ടേണ്ട തുക എന്തുകൊണ്ട് ഇവർ ചോദിച്ചിരുന്നില്ല, ആ അന്വേഷണം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒളിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് CMRലിൻ്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എക്സാലോജിക്കിലേക്കും KSIDCയിലേക്കും വന്നു കഴിഞ്ഞാൽ
ദൂരവ്യാപകമായ പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പല ഉത്തരങ്ങളും പലർക്കും നൽകേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എക്സാലോജിക്കിലേക്ക് ഈ അന്വേഷണം പോയാൽ എങ്ങനെയായിരിക്കും അന്വേഷണം നടത്തുക? എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ടാക്കാനും പറയുന്നതിൽ. സംസ്ഥാനത്ത് ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ ഓഫീസ് പൂട്ടി. ഞാൻ മനസ്സിലാക്കുന്നത് 2021 മാത്രമാണ് അവരുടെ ബാലൻസ് ഷീറ്റ് നൽകിയിട്ടുള്ളത്. 2022 നവംബർ 30 പൂട്ടിയെന്നാണ് ROCയിലേക്ക് കൊടുത്ത രേഖ പറയുന്നത്. ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഏതായാലും 21 ശേഷം 22 ബാലൻസ് ഷീറ്റ് നൽകിയിട്ടില്ല. അപ്പോൾ 2022 തൊട്ട് ബാലൻസ് ഷീറ്റ് നൽകാത്ത, ഓഫീസ് ഇല്ലാത്ത ഒരു കമ്പനിയുടെ അന്വേഷണം എങ്ങോട്ടായിരിക്കും പോകുക? ആ വ്യക്തിയെ, സംരംഭകയെ, അതിൻ്റെ ഡയറക്ടറെ വിളിച്ചു വരുത്താം, 1. 2, അതിൻ്റെ മറ്റുള്ള ഓഫീസ് രേഖകൾ പരിശോധിക്കുന്നതിനായി സംരംഭകയുടെ രജിസ്റ്റേർഡ് ഓഫീസിലേക്കാണ് SFIO പോകുന്നതെങ്കിൽ, പ്രിയപ്പെട്ട റെജി ലൂക്കോസ്, താങ്കൾ മനസ്സിലാക്കണം, അത് AKG സെൻറ്ററിലേക്കാണ് പോകേണ്ടി വരിക, അല്ലാണ്ട് എങ്ങോട്ടാണ് പോകേണ്ടി വരിക? SFIO എങ്ങോട്ട് പോകണം? അപ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് SFIOനെ ക്ഷണിച്ചു വരുത്തിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എനിക്ക് അക്കാര്യത്തിൽ വിഷമമുണ്ട്. AKG സെൻറ്ററിൻ്റെ പേരാണ് വീണാൽ ഇത് കൊടുത്തേക്കുന്നത്. തെറ്റോ ശരിയോ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങോട്ട് പോയാൽ കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിൻ്റെ വിഷമം എന്തായിരിക്കും? SFIOന്റെ ആളുകളെ AKG സെൻറ്റർ അടച്ചു കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകാർ നമ്മൾ ഈ പറയുന്ന സാധനം കേട്ടതാണ്. കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകാർ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്നു, AKG സെന്ററിലേക്ക് പോകുന്നു. പക്ഷേ PR ശിവശങ്കർ ഈ പറഞ്ഞ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ ഉത്തരവ്, ഈ പറയുന്ന ഉത്തരവ് മനോരമ പത്രത്തിൽ ബൈലൈനായി അടിച്ചു വരുമ്പോൾ മാത്രമല്ലല്ലോ കേന്ദ്രത്തിന് അറിയാവുന്നത്. അതിനു മുമ്പേ അവർ അന്വേഷണ ഉത്തരവ് കേന്ദ്രത്തിന്റെ പക്കലുണ്ടല്ലോ ശ്രീ PR ശിവശങ്കർ. അതിനു മുന്നേ ഈ ഇത്രയും അതിഗുരുതരമായ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് വ്യക്തമായി വിളിക്കാവുന്ന തരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ROCയുടെ ഈ ആദ്യം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ്, ആദ്യം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് കേന്ദ്രത്തിന്റെ പക്കലുണ്ട് ഇല്ലേ? അത് മനോരമ പത്രത്തിൽ ബൈലൈൻ അടിച്ചു വരുമ്പോഴല്ല. അങ്ങ് പറഞ്ഞ അതിന് മുമ്പുണ്ടെന്നാ പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന് മുൻപുണ്ടെന്നാ പറഞ്ഞത്. ഇല്ലല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മനോരമ പത്രത്തിൽ വാർത്തയായി വരുന്നതിന് മുൻപ് കേന്ദ്രത്തിന്റെ പക്കലുണ്ട് ഇല്ലേ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് വാർത്തയായി വന്ന് ചർച്ചയായി വന്നപ്പോഴാണല്ലോ അത് ROCയിലേക്ക് പോകുന്നത്, അത് കോടതിയിലേക്ക് ഷോൺ പോകുന്നു, SFIO പോകുന്നതൊക്കെ ഒരു വാർത്തയുടെ തുടർച്ചയല്ലേ ശ്രീ PR ശിവശങ്കർ? വാർത്ത വന്നില്ലായിരുന്നെങ്കിലോ ഇപ്പോഴും ഏതോ ഇരുട്ടുമൂലയിൽ ഇരുന്നേനെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് അല്ലേ? വാർത്തയുടെ തുടർച്ചയിൽ നിങ്ങൾ അറിയണമെന്നേ ഉള്ളൂ. അല്ല, ഏതെങ്കിലും BJP നേതാക്കൾ അറിയായിരുന്നു? അല്ല, അങ്ങനെയല്ല. അല്ല, ഏതെങ്കിലും BJP നേതാക്കൾക്ക് അറിയായിരുന്നു? ഞങ്ങൾ അറിഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇന്ത്യൻ അല്ല, ഞങ്ങൾ എന്തിനാ അറിയേണ്ടത്? BJP നേതാക്കൾ അറിയേണ്ട ആവശ്യമില്ല, മറ്റുള്ള ബോർഡിൽ ആൾക്കാർ പോലും അറിയേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് ROCയിലേക്ക് പോയിട്ടുണ്ടാവാം. കാരണം ROCയുടെ അന്വേഷണം നടന്നു. ഇത്തരത്തിലുള്ള അന്വേഷണം നടന്നില്ലെങ്കിൽ താങ്കൾക്ക് കുറ്റം പറയാം. ഞാൻ ആലോചിച്ച് നോക്കൂ, ഈ ഒരു നിയമപരമായി നടക്കേണ്ട എല്ലാ അന്വേഷണങ്ങളും അല്ലെങ്കിൽ ഇന്ററിം ഉത്തരവ് പോലും വേണ്ടി വരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭേദപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പോലും പുറത്തു വരില്ലല്ലോ, അല്ലെങ്കിൽ ആ ഉത്തരവ് വരില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. ഇത്തരത്തിൽ ഒരു കോൺഗ്രസിനെ പിന്തുണയ്ക്കാനായിട്ട് മുഖ്യമന്ത്രിയുമായി BJP എന്തെങ്കിലും സഖ്യകക്ഷി ഏർപ്പാട് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ദുർബലമായ രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നതെന്ന് വരച്ചു കാണിക്കുവാനായിട്ടുള്ള ശ്രമമാണ്. പറയാനുള്ള കാരണം എന്താണ്? ഈ ഷോൺ ജോർജ് തന്നെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലേക്ക് പരാതിയുമായി പോകുന്നത് പരാതി കൊടുത്തിട്ട് എത്ര നാളായി? ഈ ഷോൺ ജോർജ് തന്നെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൽ പരാതി കൊടുത്തിട്ട് എത്ര നാളായി? അത് SFIO അന്വേഷണം എങ്ങനെയാണ് കൃത്യം ഷോൺ ജോർജും PC ജോർജും BJPയിൽ ചേരുന്ന ആ ദിവസം അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നത്? ഇതൊക്കെ എല്ലാം യാദൃശ്യമാവുമോ ശ്രീ PR ശിവശങ്കർ? താങ്കൾ തന്നെ കോടതിയിൽ നടന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. താങ്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിന് മനസ്സിലാക്കുന്നത്. അങ്ങനെ കോടതിയിൽ ഇത്തരത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ, രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അന്വേഷണം നടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴും വീണ്ടും കോടതി വ്യക്തമായിട്ട് ചോദിക്കുകയാണ്, SFI അന്വേഷണത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായമെന്ന് ഹൈക്കോടതിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ അത് SFIയോട് ചോദിക്കണം. ഇതിന് ഇത്തരം ഉത്തരവുകളെ SFIക്ക് അന്വേഷിക്കാനുള്ള അധികാരമുണ്ടോ എന്നും അവർക്ക് ഇവിടെ യൂണിറ്റ് ഉണ്ടോ എന്നും സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നപ്പോൾ ഇപ്പോൾ തന്നെ പറയണമെന്ന് പറഞ്ഞ് കോടതിയല്ലേ 3 പ്രാവശ്യം നിർബന്ധിച്ചത്. എന്നിട്ട് താങ്കൾ ഈ പറയുന്ന സീനിയർ അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞു ഇത് സത്യത്തിൽ ശരിയല്ല, കോടതി ഒരു പ്രത്യേക അന്വേഷണം വേണ്ടി നിർബന്ധിക്കുന്നത് ശരിയല്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ KSIDCയുടെ അഭിഭാഷകനും പറഞ്ഞതായിട്ട് പോലും കോടതിയിലില്ലേ. അപ്പോൾ ഇത് കോടതിയുടെ ഉത്തരവ് പ്രകാരം SFI അന്വേഷണം പെട്ടെന്ന് വേണ്ടി വന്നു. അതല്ലെങ്കിൽ ഈ അന്വേഷണം മറ്റേ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണവും അതിനുശേഷം താങ്കൾ പറയുന്നത് പോലെ ഇത് അഴിമതിയാണെങ്കിൽ CBIയിലേക്കും, കള്ളപ്പണം വെളുപ്പിക്കലാണെങ്കിൽ PMLA ആണെങ്കിൽ EDയിലേക്കും അന്വേഷണം തീർച്ചയായിട്ടും പോകും. ഈ അന്വേഷണം ഉത്തരവ് കണ്ടിട്ട് ഞാൻ ഇതല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് എക്സാലോജിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മാത്രമായിരിക്കില്ല.
ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ ഒരു 1,75,00,000 അഴിമതി പൂട്ടിക്കെട്ടിയിട്ട് അതിൻ്റെ ടാക്സും അടച്ചതിന് ശേഷം പെട്ടെന്ന് ഇത് ഓഫീസ് അടച്ചു പോയതായിരിക്കില്ല എന്നാണ് എൻ്റെ ഭാഷ്യം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിലും വലിയ അഴിമതികൾ ഈ SFI അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വന്നേക്കാം. കാരണം ഇത് ഇൻകം ടാക്സ് അന്വേഷിച്ചത് CMRലും എക്സാലോജിക്കുമായിട്ടുള്ള ബന്ധമാണ്. സത്യത്തിൽ SFIOൻ്റെ അന്വേഷണമോ മറ്റ് അന്വേഷണങ്ങളോ എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കും അവരുടെ ആസ്തി പരിധിയിലേക്കും പോയാൽ മറ്റു പല സ്പ്രിംഗ്ലർ അടക്കമുള്ള കമ്പനികളിൽ നിന്ന് വിദേശത്ത് നിന്ന് പണം വന്നതും കൂടി കണ്ടുപിടിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇത് പൂട്ടിപ്പോയതെന്നും ഇത്തരത്തിലുള്ള അന്വേഷണം ആ കാര്യങ്ങൾ കൂടി അസ്ഥിപഞ്ജരങ്ങൾ കൂടി ചികഞ്ഞെടുക്കേണ്ടി വന്നാലുള്ള ഒരു ഭീതിയെയാണ് എക്സാലോജിക്ക് പൂട്ടിപ്പോയതിൽ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ ഈ 1,75,00,000 രൂപ കിട്ടിയത് ടാക്സ് അടച്ചിട്ട് ഭയന്നു പോയതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്വേഷണത്തിൽ പല പല മുഖങ്ങളുണ്ട്. എക്സാലോജിക് എന്നത് ഒരു പണ്ടാര ബോക്സായിട്ട് ഞാൻ അങ്ങനെ കേൾക്കാം. ഷോൺ, ഇപ്പം ഞാൻ SFIയുടെ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയായിരുന്നു. എന്ന് പറഞ്ഞാൽ 2015, 16, 17 ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ ചുരുക്കം കേസുകൾ എടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 17, 14, 16, 15, 12 അങ്ങനെ വളരെ ചുരുക്കം കേസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ ഏറ്റവും ഒടുവിൽ നടന്ന അറസ്റ്റൊക്കെ ഹൈ ലെവൽ അറസ്റ്റാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ വലിയ VVIPകളാണ് അതിൽ അറസ്റ്റിലായിട്ടുള്ളത്. അങ്ങനൊരു എന്താണ് പരിധികളില്ലാത്ത അധികാരം, വേണമെങ്കിൽ EDയോടൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള വലിയ അധികാരങ്ങളുള്ള ഏജൻസിയാണ്. ഇന്ന് അവിടെ CMRൽ പരിശോധന നടത്തുന്നു. ആ പരിശോധനയെ പറ്റി ഷോൺ അറിഞ്ഞത് എന്താണ്? ഇപ്പം ഇതിൻ്റെ ഫോറൻസിക് അക്കൗണ്ടിങ് അടക്കം നടത്താൻ കഴിവുള്ള ഏജൻസിയാണെന്ന് അറിയാൻ കഴിയുന്നു. ഷോണിന് പരാതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് SFIO അന്വേഷണത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞു ഇന്നത്തെ പരിശോധനയെക്കുറിച്ച്? ഷോൺ, SFIയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞൊരു വിവരം, SFIയുടെ ഒപ്പം ഇന്ന് ED ഉണ്ടായിരുന്നു ആ അന്വേഷണ സംഘത്തിൽ, അല്ലെങ്കിൽ ഇന്ന് റെയ്ഡ് നടക്കുന്ന സംഘത്തിൽ ED ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ ആരെയൊക്കെ കേരള പോലീസിനെ പോലും, അല്ലെങ്കിൽ CISFനെ, അന്ന് മാത്രമല്ല EDയെ, CBIയെ, അവർക്ക് അവരുടെ സ്റ്റേജിൽ, അന്വേഷണത്തിൻ്റെ സ്റ്റേജിൽ ആവശ്യമുള്ള ആരും, ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ടുള്ള ഏത് ഏജൻസിയും SFIയോട് സഹകരിക്കണമെന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള ഘടകങ്ങളിൽ അവർ ഓരോ ഏജൻസികളെ അവർ ഉപയോഗപ്പെടുത്തും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒറ്റ ചോദ്യം ഷോൺ, ഇവിടെ ഇന്ന് പത്രത്തിൽ വന്ന് പറഞ്ഞു വിരമിച്ചിട്ടും KSIDC നോമിനികൾ CMRL ബോർഡിൽ എന്നൊരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതടക്കം കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് വിരമിച്ച KSIDC നോമിനികൾ CMRL ബോർഡിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്ന് സംശയിക്കേണ്ടി വരുമോ? അടക്കമുള്ള വിശദമായ പരിശോധനകളിലേക്ക് കടക്കും എന്ന് കരുതാമോ ഷോൺ? കമ്പനീസ് ആക്ട് അനുസരിച്ചും അതുപോലെ ഈ KSIDC ഒരു NBFC ആണ്. അവരുടെ റൂൾസ് അനുസരിച്ചും KSIDCയുടെ എംപ്ലോയി ആയിരുന്ന ഒരാൾ മറ്റൊരു കമ്പനിയുടെ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഏതെങ്കിലും പദവികളിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് പീരീഡ് മിനിമം 3 years ഉണ്ട്. അതുപോലും പാലിക്കാതെ നിരവധി ആളുകൾ അവിടെ ഡയറക്ടർമാരായും ഉദ്യോഗസ്ഥരായും വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതിനെക്കുറിച്ചും വിശദമായ അന്വേഷണം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ശ്രീ ജോസഫ് സി മാത്യു, നമുക്കറിയാം ഇതൊക്കെ പറയുമ്പോഴും ഇതിലെ ഷോണിൻ്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുണ്ട്, ആ രേഖകൾ മാത്രം മതി, ഒന്ന് വിളിച്ച് നേരിട്ട് ചോദ്യം ചെയ്യേണ്ടത് പോലുമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്കറിയാം ശ്രീ ജോസഫ് സി മാത്യു, കേന്ദ്ര ഏജൻസികളുടെ എന്താണ് ഓരോ സംസ്ഥാനത്തിലേക്ക് അവരുടെ അന്വേഷണത്തിൻ്റെ വരവ്. ഏറ്റവും ഒടുവിൽ സോറൻ, നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിന് 4-5 തവണ ED നോട്ടീസ് കൊടുക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ ഈ SFIയോട് അന്വേഷണ കാലാവധി ഏതാണ്ട് പൂർത്തിയാവാൻ പോകുന്നത് കൃത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടുത്താണ്. SFIO ചിലപ്പോൾ EDയിലേക്കൊക്കെ എത്തും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ED മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യൽ, വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ എന്നുള്ള ഹെഡ്ലൈൻ സൃഷ്ടിക്കപ്പുറം ഇപ്പോഴും ആത്മാർത്ഥമായ അന്വേഷണം ഏതെങ്കിലും വഴിയിലൂടെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കണോ ശ്രീ ജോസഫ് സി മാത്യു? ഹാഷ്മി, 2019 ഈ CMRLലെ ഇൻകം ടാക്സിൻ്റെ റെയ്ഡും ഈ അനുബന്ധ രേഖകൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. 2019 മുതൽ ഇപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ ഇതാണ് പിന്നീട് ലീക്ക് ചെയ്തത്, അത് പത്രങ്ങളിൽ പുറത്തു വരുന്നത്. ഈ 2024 വരെ കേന്ദ്ര സർക്കാരിനും പലർക്കും ഈ വിവരങ്ങൾ അറിയാം. നമ്മളൊക്കെ ഈ വിവരങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് തുകയിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട PT തോമസ് പത്രസമ്മേളനം നടത്തിയത് നമുക്കറിയാം. അപ്പോൾ ഇത് പല രീതിയിൽ ഈ വിവരങ്ങൾ ചോർന്നതാണ് ഒന്ന്. പക്ഷേ എന്നിട്ടും അതിന്മേൽ നടപടിയെടുക്കേണ്ടവരൊന്നും ഒരു നടപടിയും എടുത്തില്ല. ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ ഇത് വരികയും സജീവ ചർച്ചയും ആവുകയും ചിലർ കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്
ഈ അന്വേഷണത്തിന് മുതിരുന്നത് എന്നുള്ളത് സത്യത്തിൽ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്. രണ്ട്, മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും ഒരു അന്വേഷണം നടന്ന കാര്യത്തെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിച്ച് കഴിഞ്ഞു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കണമെന്ന് എനിക്കറിയില്ല. അതായത് അന്വേഷിച്ച എക്സാലോജിക്കിൻ്റെമായിട്ട് അന്വേഷിച്ചപ്പോൾ അതിലൊരു കക്ഷിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറഞ്ഞു, അതിങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതാണ്. ഇത് ഏത് അന്വേഷണമാണ്, അതിൽ സർക്കാർ ഇടപെട്ടത് എന്തിനാണ്, അത് എങ്ങനെയാണ് അവസാനിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും മറുപടിയില്ല. ആരും ചോദിക്കേണ്ട രീതിയിൽ ആരും ചോദിക്കുന്നുമില്ല. പ്രതിപക്ഷ നേതാവ് ഒരു തവണ ചോദിച്ചു എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ സംശയം ജനിപ്പിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്ന പോലെ 8 ആഴ്ചയല്ല ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ, ഞാൻ മനസ്സിലാക്കുന്നത് 8 മാസമാണെന്നാണ് അന്വേഷണത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാലാവധി നീണ്ടുപോകാം. 2, SFIയുടെ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിന് ഒരു പരിധി നിശ്ചയിക്കാൻ നിയമപരമായി കഴിയില്ല. ഇതൊരു അഡ്വൈസറി പോലെ 8 മാസം എന്ന് പറഞ്ഞതേ ഉള്ളൂ. SFIക്ക് വേണമെങ്കിൽ അത് വീണ്ടും പുഷ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് തന്നെ കടലാസുകളിലൂടെ അല്ലാതെ പോലും അത് പുഷ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പുഷ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നർത്ഥം. നമ്മൾ കൂടുതൽ ഗൗരവതരം അന്വേഷണം നടക്കട്ടെ. നമുക്കിപ്പോൾ അതല്ലേ കഴിയുള്ളൂ. ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി മാത്രമേ ഈ രാജ്യത്ത് നിയമപരമായ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പൊളിറ്റിക്കൽ കറപ്ഷൻ ആണെങ്കിൽ പണം കൊടുത്ത ആളും പണം വാങ്ങിയ ആളും പ്രതികളാണ്. അത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത ജോലിക്ക് വാങ്ങിയ വേതനത്തെക്കുറിച്ചല്ല. ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ ഒന്നടങ്കം വാങ്ങിയത് ഇപ്പോൾ 10 രൂപ മുടക്കിയ 500 രൂപ തിരിച്ചു കിട്ടും എന്നറിയാതെ മുടക്കുന്ന ആളല്ലല്ലോ കരിമണൽ കർത്ത ശ്രീ ജോസഫ് സി മാത്യു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണം കൊടുത്ത CMRL പ്രതിയാണ് അല്ലേ? CMRLന്റെ N ശശിധരൻ കർത്ത എന്ന് പറയുന്ന ആളുടെ അനിയൻ N അജിത് കർത്ത എന്ന് പറയുന്ന CMRL ഔദ്യോഗിക പ്രതിനിധിയായി ആകെ സംസാരിച്ച അജിത് കർത്ത മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെയ്ത സേവനത്തിനാണ് ഞങ്ങൾ പൈസ കൊടുത്തത് മാധ്യമങ്ങളോട് പറഞ്ഞ അജിത് കർത്ത ആണ്. അജിത് കർത്ത എന്ന് പറയുന്ന ആൾ വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ എന്ന് പറഞ്ഞാൽ RSSന്റെ വ്യാപാരി സംഘടനാ സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് കേട്ടോ ജോസഫ് സി മാത്യു. ഈ കഴിഞ്ഞ 23-ാം തീയതി അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനെ വീണ്ടും തിരഞ്ഞെടുത്തു ജോസഫ് സി മാത്യു. അപ്പോൾ ഈ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അതെ അതെ, ബന്ധങ്ങൾ വളരെ വിപുലമാണ്. നേരത്തെ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. KSIDC എന്ന് പറയുന്നത് ഏതാണ്ട് 13-15% ഓഹരി ഉടമയാണ് ഈ CMRL എന്ന് പറഞ്ഞാൽ 135 കോടി രൂപയുടെ ലാഭം അത് കൃത്രിമമായി മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം നഷ്ടമുണ്ട്. KSIDCക്ക് നഷ്ടമുണ്ട്. 18 കോടിയോളം രൂപ ഈ അസസ്മെൻറ്റ് പീരീഡിൽ തന്നെ നഷ്ടമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് KSIDC CMRLന് ഇങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞ് കത്തും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ CMRL പറ്റിച്ചു, കബളിപ്പിച്ചു എന്നൊരു നിലപാടാണ് KSIDC ഓൺ പേപ്പർ എടുക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ ഡിഫൻസ് ചമയ്ക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ തുക കൊടുത്ത് ഒരു അഭിഭാഷകനെ കൊണ്ടുവന്ന് CMRLനും മറ്റ് കൂട്ടുപ്രതികൾക്കും ഡിഫൻസ് ചമയ്ക്കാൻ വേണ്ടി പൊതുപണം ഉപയോഗിച്ച് അഭിഭാഷകരെ നിരത്തുന്ന പണിയിലും കൂടി KSIDC ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഈ കാപട്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പം നാളെ ഇത് കടലാസിൽ ഇത് ആവശ്യപ്പെട്ട് ഞങ്ങളെയും പറ്റിച്ചില്ലേ എന്ന് ചോദിക്കുകയും ഇപ്പുറത്തൂടെ കബളിപ്പിക്കലിന് മറപിടിക്കാൻ വേണ്ടി നമ്മുടെ പണം ഉപയോഗിക്കുകയും ചെയ്യുക എന്നൊരു കള്ളപ്പണിയും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഹാഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ഒരു കാര്യം കൂടി, ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പേര്, നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പേര് വന്നതിനെക്കുറിച്ച് നമ്മൾ എക്സാലോജിക് എന്ന് പറയുന്നത് ശരിക്കും വെറും ഒരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറയുന്നത് പോലെയാണ്. അത് വൈറ്റ് ആയതുകൊണ്ടും രേഖകളുള്ളതുകൊണ്ടും അത് കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താവുന്ന ഒന്നായതുകൊണ്ടും നമ്മളത് ചർച്ച ചെയ്യുന്നു. മറ്റേത് ഇതിനെക്കുറിച്ചും ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ഓർഡറിലുള്ള ഒരു കാര്യം ഞാനൊന്ന് വായിക്കട്ടെ ഹാഷ്മി. നേരത്തെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ നമ്മളത് പലപ്പോഴും ചർച്ചയിൽ വരാതെ പോകുന്നതും കൂടി ആയതുകൊണ്ട് അതിൻ്റെ 60-ാമത്തെ പേജിൽ 4.8 പറയണം. ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് മണി ഡസ് നോട്ട് കറപ്റ്റ് ദി പൊളിറ്റിക്കൽ പ്രോസസ്. In order to cleanse the system of aberrations of influence of money in elections, several steps are taken by the Election Commission. There are established ways of contribution to political parties. A company does not have to make payments outside the books. Income Tax Act provides that a company can claim 100% deduction against the amount donated to a political party under Section 80GGB. If the CMRL wanted to contribute to a political party, he could have done it through his accounts and
ക്ലെയിം ഡിഡക്ഷൻസ് ഫോർ ദി സെയിം അണ്ടർ സെക്ഷൻ 80GGB എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത സംഭാവന അല്ല ഇത്. അത് മാത്രമല്ല സാർ, രാഷ്ട്രീയ ഡിമാൻഡ് ചെയ്തിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ആയിരുന്നെങ്കിൽ CMRL അത് ബുക്സ് ചോദിച്ചു വാങ്ങിയതാണ് എന്നുകൂടി പറയുന്നുണ്ട് അതിനകത്ത്. സുരേഷ് ബാബു അങ്ങനെ എന്തൊരാളാണ് അത് പറയുന്നത്. ചോദിച്ചു വാങ്ങിയ പണമാണ് എന്ന് പറയുന്നുണ്ട്. അതെ അതെ അതെ, CFO ആണ് പറയുന്നത്. അപ്പോൾ ഈ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പണം രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്നുള്ള കളവ് ഇനിയും നമ്മുടെ മുന്നിൽ ആരും ചെലവഴിക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഈ CMRLലാണ് തുടങ്ങിയതെന്നുള്ളത് സ്വാഗതാർഹമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. വലിയ പൊളിറ്റിക്കൽ കറപ്ഷൻ്റെ സെറ്റിൽമെൻറ്റ് ഓർഡറിൽ പേര് വന്നവർ മാത്രമല്ല, അതിലെ വലിയ തുക വാങ്ങിയ ഏതാനും പേരുടെ പേര് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും BJPയുടെ നേതാക്കന്മാരുടെയും പേരുകൾ അതിൽ കാണും എന്നാണ്. അത് എൻ്റെ വിശ്വാസം മാത്രമാണ്. അങ്ങനെ അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലാതെ വരട്ടെ. പക്ഷെ തീർച്ചയായിട്ടും വാങ്ങിയവർ ഇതിന് കണക്ക്, ഇതെന്തിന് വാങ്ങി എന്നുള്ളത് കേരളത്തിൻ്റെ സമൂഹത്തോട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തിന് കൊടുത്തു എന്നുള്ളത് ഈ കമ്പനി രേഖകളിൽ ഔദ്യോഗിക രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് റോ മെറ്റീരിയൽ തരുന്നത് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾക്കെതിരായിട്ടും പരിസ്ഥിതി പ്രശ്നവും മറ്റു പല ആക്ഷേപങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒതുക്കി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽ കിട്ടുകയും ഞങ്ങൾക്ക് പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ ഈ തുക ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിത്യനിദാന ചെലവിൻ്റെ ഭാഗമാണെന്ന് കരുതി ഞങ്ങൾക്ക് എക്സംഷൻ തരണം. ഇതാണ് അവരുടെ വാദം. അപ്പോൾ ഇങ്ങനെ അഴിമതിയിലൂടെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അവരുടെ ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള നമ്മുടെ പൊതുജനങ്ങളെയും KSIDCയെയും പറ്റിച്ചുകൊണ്ട്, KSIDCയും കൂടെ കൂടിയാണ് ചെയ്യുന്നതെന്നുള്ളത് ശരി, എന്നിട്ട് ഈ 135 കോടിയുടെ ലാഭം അങ്ങനെ എടുത്ത് മാറ്റി അതിങ്ങനെ ഇവിടെ കുറച്ച് പേർക്ക് ഇതുപോലെ കോഴ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇത് ഒരു അസസ്മെൻറ്റ് ഇയറിലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ത് വലിയ കറപ്ഷനാണ് ഇവിടെ നടക്കുന്നതെന്നും കരിമണൽ നടക്കുന്നതെന്നും ഒക്കെ നമ്മുടെ മുന്നിൽ തുറന്നിടുന്ന ഒരു ചിത്രമാണ് ഈ തരുന്നത്. റെജി ലൂക്കോസ്, ഇവിടെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം തൈക്കണ്ടിയിൽ വീണ വിജയൻ ഈ പണം കൊടുത്തതാണ് എന്ന് നക്ഷത്രം പോലെ എഴുതി വെച്ചിട്ടും അതിനെതിരെ ഒരു കോടതിയിലും എക്സാലോജി കമ്പനിയോ സർക്കാരോ ആരോ അല്ലെങ്കിൽ ഇത് അപമാനം ഉണ്ടാകുന്ന ആരും പോയി കണ്ടില്ല. ROC വന്നു, അവരോട് എന്തിനാണ് ഈ സേവനം എന്ന് പറയാൻ കഴിയുന്നില്ല. പൊതുസമൂഹത്തോട് AK ബാലനും പാർട്ടി സെക്രട്ടറി അടക്കമൊക്കെ എന്തോ പറയുന്നതല്ലാതെ എന്താണ് സേവനം എന്ന് കൃത്യമായി പറയാൻ എക്സാലോജിക്കിനോ പാർട്ടിക്കോ കഴിയുന്നില്ല. പക്ഷേ ഈ SFIO എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി വരാൻ പോകുന്നു, വീണ വിജയനോട് ചോദിക്കാൻ പോകുന്നു. SFIOയോട് ഇതുവരെ കളിച്ച ഒളിച്ചുകളിക്കപ്പുറം കൃത്യമായ മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്ത് സേവനത്തിന് 1.25 കോടി വാങ്ങി, എംപവർ ഇന്ത്യയുടെ വായ്പ വന്നിട്ട് എംപവർ ഇന്ത്യ പോയ വഴി എങ്ങോട്ട് എന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പറയേണ്ടി വരും. ശ്രീ റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം 2021 പോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് പാർലമെന്റിൽ. ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അത് ആശ്മികൾ ശ്രദ്ധിച്ചായിരിക്കും, നിങ്ങൾ അത് ലൈവ് കാണിച്ചത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ പ്രതിപക്ഷം ഉണ്ടാകത്തില്ല, ഗാലറി ഇരുന്ന് വേണം ഇനിയിപ്പോൾ പാർലമെന്റ് നടപടികൾ വീക്ഷിക്കാനെന്ന് പറഞ്ഞു. 400 സീറ്റ് തങ്ങൾ നേടുമെന്നും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞു. അതിനകത്ത് എന്താ ലക്ഷ്യമാക്കുന്നത്? നിങ്ങൾ അതൊക്കെ ചർച്ചയ്ക്ക് എടുക്കണ്ടേ? അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ഏജൻസികളെ കൊണ്ട് തകർക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിന്റെ 3 തെളിവ് ഞാൻ പറയാം. ഒരു മുഖ്യമന്ത്രിയെ പരസ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതെന്ന് ഇപ്പോൾ അവരുടെ ED കസ്റ്റഡിയിലാണ്. ഒരു ഉപമുഖ്യമന്ത്രി ഡൽഹിയിലെ 1 വർഷവും 3 മാസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. പഞ്ചാബിലെ ഒരു മന്ത്രി ജയിലിലാണ്, തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ജയിലിലാണ്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും കേരളത്തിന് ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വ്യാപാര അഴിമതിയിലേക്ക് പോയത്. ജനം ഇതെല്ലാം അറിയണ്ടേ, ആരുടെയും ഓർമ്മശക്തിയെ പരീക്ഷിക്കാനൊന്നും പറഞ്ഞൊന്നുമല്ല. കേരളത്തിൽ കൊടകര കള്ളപ്പണ കേസ് ഉണ്ടായിരുന്നു. അതിനകത്തെ മുഖ്യപ്രതികളായിരിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. നമ്മൾ ഇതിനായി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പോലും പേരുകളെന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കേരള പോലീസ് ഇത് പിടിച്ചു, ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 1.25 കോടി രൂപയായി, 3.5 കോടിയിൽ 1.25 കോടി രൂപ അവർ കണ്ടെത്തി. അങ്ങനെ ഇത് വളരെ സുസ്ഥിരമായ രീതിയിൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം നീങ്ങുമ്പോഴാണ് ED വന്ന് ഈ കേസ് ഏറ്റെടുക്കുന്നത്. ED വന്ന് ഏറ്റെടുത്തു എന്ന് പറയുന്നത് കൊണ്ട് കേരള പോലീസ് അന്വേഷണം ഒരു തടസ്സമില്ല.
റെജി ലൂക്കോസ്, ഇ ഡി അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് കേരള പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ അധിക കുറ്റപത്രം സമർപ്പിക്കാൻ, കെ സുരേന്ദ്രന്റെ മകനെ അറസ്റ്റ് ചെയ്യാൻ ഒരു തടസ്സവും ഇല്ല. ശ്രീ റെജി ലൂക്കോസ് എന്താ ചെയ്തില്ല? അതെന്താണ് ആഷ്മി അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഏജൻസി അല്ലേ? സർ, ED കേരളത്തിൽ പരസ്യമായിട്ട് റെജി ലൂക്കോസ്, ഇവിടെ 100-300 കോടി എന്ന് പറഞ്ഞ കള്ളപ്പണത്തിന്റെ വലിയ താങ്കൾ തന്നെ എടുത്തിട്ടതാണ്. ഇ ഡിക്ക് കൊടുത്തു. ഇ ഡി അത് തലയണക്കെട്ടിൽ വെച്ചിടന്ന് ഉറങ്ങി. അതുകൊണ്ട് കേരള പോലീസ് അന്വേഷണം പറ്റില്ലെന്ന് എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? ആര് പറയുന്നു? കേന്ദ്ര അന്വേഷണ ഏജൻസി തെരഞ്ഞെടുപ്പിന് മുമ്പ് പതിവായിട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അപകീർത്തി ഉണ്ടാക്കിയ കേരളത്തിൽ പ്രതിപക്ഷ ഭരണകൂടങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് പോലീസിനെ കുറിച്ച് കണക്ട് ചെയ്തത്? എന്നിട്ട് ഇതുവരെ എന്തുകൊണ്ട് ഈ ഇ ഡി അതിന്റെ അന്വേഷണത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പുറത്തു പറയാത്തത്? കേരള പോലീസ് അന്വേഷണം എന്തിനാണ് കൊന്നത്? രക്ഷപ്പെടുത്താനായിട്ടാണ് കേരള പോലീസ് അന്വേഷണം എന്തിനാണ് മന്ദീഭവിപ്പിച്ചത്? അല്ല, പോട്ടെ, ഇ ഡി രാഷ്ട്രീയ ലക്ഷ്യം, BJP നേതാവിനെതിരെയുള്ള കേസ് ഇ ഡി എടുക്കില്ല എന്ന് തന്നെ വെക്ക്. സർ, ഇ ഡി റെജി ലൂക്കോസ്, ഇ ഡിക്ക് രാഷ്ട്രീയ ലക്ഷ്യം, BJP നേതാവിനെതിരെയുള്ള കേസ് എടുക്കില്ല എന്ന് തന്നെ സമ്മതിക്ക്. കേരള പോലീസിന്റെ കൈ കെട്ടുന്നില്ല. അതുകൊണ്ട് കേരള പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം, അധിക കുറ്റപത്രമൊക്കെ സമർപ്പിക്കാം. ആ കേസ് എവിടെ എത്തി? റെജി ലൂക്കോസ് എന്തെങ്കിലും ചെയ്തോ? പിന്നെ ഹാഷ്മി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതിന്റെ മുഴുവൻ രേഖകളും അവർ കൈപ്പറ്റിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. ഈ കള്ളപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇ ഡി, ഇപ്പൊ നിങ്ങളിവിടെ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഇ ഡി ഇതുവരെ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല? അപ്പൊ നിങ്ങൾക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊടുക്കാൻ പോലും ശ്രമം നടത്തിയവര് നാണം കെട്ട അവസാനം കോടതിയുടെ ചോദിച്ചു. 3 തവണ എറണാകുളത്ത് കോടതി ചോദിച്ചു എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു സാർ തെളിവില്ല. അവസാനം അവർ സറണ്ടർ ചെയ്തു പോയി. എന്തെല്ലാം രീതിയിൽ 24 ഉൾപ്പെടെയുള്ള ചാനലുകളിലൂടെ ചർച്ച ചെയ്ത്, അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഒരു സർക്കാരിനെ തകർക്കാനും തങ്ങളുടെ പക്ഷത്തേക്ക് ഇവിടെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തി വരികയാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ചയിലൊന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതല്ലേ വസ്തുത എന്ന് പറയുന്നത്? അതല്ലേ സത്യം എന്ന് പറയുന്നത്? ഇന്ത്യ അതാണ് ഞാനും പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ച വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകില്ല ഇന്ത്യയിൽ. പ്രതിപക്ഷത്തിന് ഇനി സ്ഥാനം ഗാലറിയിലാണ് എടുത്തു പറഞ്ഞു. അതൊക്കെ സത്യമെന്ന് പറയാം. ഇനി ഇഡിയുടെ പോയ കാലത്തെ കണക്കും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയൊക്കെ എടുത്ത് നമുക്ക് കാര്യം സമർത്ഥിക്കാം. പക്ഷെ അപ്പോഴും കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത ജോലിക്ക് വാങ്ങിച്ച 1.25 കോടി രൂപ എന്തിനാണ് എന്നതിന് മറുപടി പറഞ്ഞിട്ടൊക്കെ പറ. അതിന് മറുപടി ഇല്ലാതെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. റെജി ലൂക്കോസ്, MS ഓഫീസിനും ടാലിക്കും നോട്ട്പാടിനും വേട്പാടിനും കൂടെ 1.25 കോടി എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനാണ് ഇവിടെ. ഹാഷ്മി, ഈ ചർച്ചകളിലെല്ലാം ഹാഷ്മിയെ പോലുള്ള ആങ്കർമാരെ ഉപയോഗിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി അത് പറയേണ്ട നിയമവ്യവസ്ഥയുടെ മുമ്പിൽ വീണ വിജയൻ പറഞ്ഞോളൂ. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അതിനകത്തുണ്ട് സാർ, ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അതിന്റെ കാറ്റ് പോയി. ഈ ചർച്ചയുടെ കാറ്റ് പോയി, SFIയുടെ കാറ്റ് പോയി, അന്വേഷണത്തിന്റെ സകലത്തിന്റെയും കാറ്റ് പോയി. അതിന് മറുപടി ഇല്ലെന്നേ. പാർട്ടിക്ക് മറുപടിയില്ല, AK ബാലിന് മറുപടിയില്ല, MP ഗോവിന്ദിന് മറുപടിയില്ല, ചർച്ചയ്ക്ക് വരുന്ന CPM നേതാക്കൾക്ക് ഒന്നും മറുപടിയില്ല. അതിനാകെ അറിയാവുന്ന ആർക്കാണ്? എക്സാലോജിക്കിന് മാത്രമാണ്. അവർ പറയുന്നില്ല. അല്ല, CPM നേതാക്കൾ എല്ലാവരും വായടച്ചിരുന്നോണം. CPM നേതാക്കൾ അക്ഷം പോലും ഉണ്ടാകാൻ പാടില്ല. ഏത് കള്ളത്തരങ്ങൾ, ഏത് തട്ടിപ്പോയിട്ട് ഏത് ഏജൻസി വന്നാലും CPM നേതാക്കന്മാർ അക്ഷം പോലും ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയപരമായ രീതിയിൽ ഒരു അക്ഷം പോലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ വാദഗതി ജനാധിപത്യ വിരുദ്ധമല്ലേ? അതെന്തൊരു ന്യായമായ ചോദ്യം എന്നോട് ചോദിക്കുന്നത്? ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് ആ കോടതിയിൽ അവർ അവതരിപ്പിച്ചോളുന്നത്. അറ്റ്ലീസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ, അറ്റ്ലീസ്റ്റ് CPMന്റെ കേഡറിനെങ്കിലും ബോധ്യപ്പെടുത്താൻ, ആ പാർട്ടിയുടെ സമുന്നതനായ നേതാവായിരിക്കുന്ന, ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളുടെ മകൾ ഈ പറയുന്ന ഒരു ടൈൻറ്റഡ് ആയി നിൽക്കുന്ന, ഇപ്പോഴും കരിമണൽ ഭദ്രൻ എന്നൊക്കെ പറയുന്ന ആളവിടെ സമരത്തിലാണ്, സമരമുഖത്താണ്. കാലാകാലങ്ങളിൽ സമരമുള്ള, തീരദേശങ്ങളെ കൊല്ലുന്നു എന്ന ആരോപണ വിധേയന ഒരാളുടെ പക്കൽ നിന്നും എന്തിന് പണം വാങ്ങ്, എന്ത് സേവനം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി കേഡർക്ക് ബോധ്യമാവില്ലേ ഈ ചർച്ചയൊക്കെ രാഷ്ട്രീയ പ്രേരിത ചർച്ചയാണെന്ന്? റെജി ലൂക്കോസ്, അല്ല,
ഇന്റർഫിയർ ചെയ്താണ്ട് ഒരു ഒറ്റ മിനിറ്റ് എനിക്ക് തരണം. എനിക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ എന്നെ കൂടെ പറയിപ്പിക്കാൻ ആഷ്മി സമ്മതിക്കത്തില്ല. പറയൂ സർ. ആഷ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് വാശി പിടിക്കുന്നത്? അവർ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ അവർ പറഞ്ഞോളും. ഇവിടെ ഏതെല്ലാം കോടതികൾ ഏതെല്ലാം കേസുകളുണ്ട്, ലോകത്തിന് മുമ്പിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് കോടതിയിലേക്ക് പോകുന്നത്. അവരെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ നിങ്ങൾ ഈ പാർട്ടി കേഡർമാരെ വിശ്വസിപ്പിക്കേണ്ട ചുമതലയൊന്നും ആഷ്മി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. CPM-ന്റെ പാർട്ടി കേഡർമാരെന്ന് പറയുന്നത് ബുദ്ധിശൂന്യരായ ഒരു കൂട്ടമല്ല. അത് വിവേകശാലികളും പാർട്ടിയുടെ കൃത്യമായ രീതിയിലുള്ള അച്ചടക്കത്തോട് മുന്നോട്ട് പോകുന്ന വിവരമുള്ളവരാണ്. ഞങ്ങൾക്കൊക്കെ അറിയാം, ഞാനും ആ പാർട്ടിയുടെ മെമ്പർ തന്നെയാ. ഞങ്ങൾക്ക് അറിയാം ഈ ഏജൻസികളും ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ തട്ടിപ്പുകളെ കുറിച്ചും. ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ ഭീകരമല്ലേ? സ്വതന്ത്ര കേരളം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ ഭീകരമായ നടുക്കുന്ന ഒരു കൈക്കൂലി കേസിനെ കുറിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് എഴുതി കൊടുത്തു, സ്പീക്കർക്ക് എഴുതി കൊടുത്ത് അവതരിപ്പിച്ചില്ലേ? BV Anwar 150 കോടി രൂപ തട്ടിപ്പ് കൈക്കൂലി വാങ്ങിച്ച് എന്തിനു വേണ്ടിയിട്ടാ? ഈ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി 40-45 വർഷങ്ങൾക്ക് മുമ്പ് അപ്പുറത്തുള്ള ഒരു വികസനം 5 വർഷം. സർ, ആരുടെയും പക്കൽ എന്തെങ്കിലും തെളിവുണ്ടോ? 150 കോടി പ്രതിപക്ഷ നേതാവ് വാങ്ങി എന്തെങ്കിലും ഒരു ഇഞ്ച് തെളിവ് മുന്നോട്ട് വെക്കാനുണ്ടോ? ഇത്രയും 150 കോടി പ്രതിപക്ഷ നേതാവ് വാങ്ങിയ തെളിവുകൾ PV Anwarന്റെ പക്കലുണ്ടെങ്കിൽ ഉടൻ വിജിലൻസിനെ ഏൽപ്പിക്കണ്ടേ? അറസ്റ്റ് ആത്തരണ്ടേ പ്രതിപക്ഷ നേതാവിനെ? എന്തെങ്കിലും ഉണ്ടായോ? വെറുതെ സഭയിൽ കയറുന്ന ഉണ്ടയില്ല അവിടെ വെക്കുക, എന്നിട്ട് ആരും മൈൻഡ് ചെയ്യാതിരിക്കാതെ അതിനാരും മൈൻഡ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞു കരയുക. ആഷ്മി, നിങ്ങൾ പരസ്യമായിട്ട് പക്ഷം പിടിക്കരുത്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ. സാർ, എന്റെ ആശങ്കയാണ് നമ്മുടെ പ്രതിപക്ഷ 150 കോടി രൂപ കേരളയിൽ വരാതിരിക്കാൻ വാങ്ങിയെങ്കിൽ അതിന്റെ തെളിവുകൾ വിജിലൻസിന് കൊടുക്കണ്ടേ? ഇതിനകത്ത് തെളിവുണ്ടോ? അല്ലെ കോടതി കൊടുക്കണ്ടേ? എവിടെയെങ്കിലും കൊടുക്കണ്ടേ? ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ അദ്ദേഹം അർഹനാണോ? പിടിച്ച് ജയിലിലിടണ്ടേ? അല്ല സാർ, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ആവർത്തിച്ച് പറയാതെ അതിന് നിയമസഭയ്ക്കുള്ളിൽ ഒരു മെമ്പർ ഒരാളെ കുറിച്ച് നിയമസഭയിലുള്ള ഒരു MLA കുറിച്ചോ ഒരു ആരെ കുറിച്ചോ ഒരു പരാതി പറയുന്ന ഒരു ക്രമമുണ്ട്. അതനുസരിച്ച് പാലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞേ. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ചാനൽ വരെ എന്ന് പറഞ്ഞില്ലേ, എന്നോട് നിങ്ങൾ എന്ത് തെളിവാണുള്ളത് ഒന്ന് ചോദിച്ചാൽ ആ നിമിഷം തന്നെ തെളിവ് വെക്കും. അതുപോലെ തന്നെ ഞാനത് നിഷേധിച്ചിട്ടില്ല. ദിവസം ഇത്രയായില്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപ വാങ്ങി, കേരളത്തിന്റെ പ്രതിപക്ഷ 150 കോടി രൂപ വാങ്ങി കേരളം അട്ടിമറിക്കാൻ നീക്കം ഉണ്ടായെന്ന് PV Anwar പറഞ്ഞ ദിവസം ഇത്രയായി. എന്തെങ്കിലും അന്വേഷണം ഉണ്ടായോ? എന്തെങ്കിലും അന്വേഷണം നിയമസഭ പ്രഖ്യാപിക്കണ്ടേ? മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കണ്ടേ? എങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടായോ? 4 ദിവസമേ ആയുള്ളൂ സാറേ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം നിയമപരമായ രീതിയിലുള്ള കൺസൾട്ടേഷൻ എല്ലാം കഴിഞ്ഞു, കോടതിയിലേക്ക് പോകുന്നു, ഇതിന്റെ തെളിവുമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള പരസ്യമായിട്ട് ആ MLA പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്തിനാന്ന് ഈ കൊള്ള നടത്തിയത്? കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തോട് ചെയ്ത ഏറ്റവും വലിയ, കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത, വരുന്ന തലമുറയോട് ചെയ്ത ഏറ്റവും വലിയ ചതിയും വഞ്ചനയും 150 കോടി രൂപ മുടക്കി കൈക്കൂലി വാങ്ങി കേരളത്തെ വഞ്ചിക്കാൻ ശ്രമിച്ചവരെ നിങ്ങൾ എന്തിനാണ് ഈ വാക്കുകളിലൂടെ സംരക്ഷിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ വിലപ്പോകത്തില്ല. 150 കോടി പോയിട്ട് 15 കോടി പോയിട്ട് 1,72 ലക്ഷമാണ് പ്രതിപക്ഷ നേതാവിനോട് വാങ്ങിച്ചെങ്കിൽ പിടിച്ച് ആത്തരണം. അതാ ഞാൻ പറയുന്നത്. 150 കോടി പോയിട്ട് 15 കോടി പോയിട്ട് 1,72 ലക്ഷമാണ് പ്രതിപക്ഷ നേതാവ് കേരളം വരാതിരിക്കാൻ വാങ്ങിയതെങ്കിൽ അകത്തിരണം അടുത്ത ദിവസം. അത്രേ ഉള്ളൂ കാര്യത്തിൽ. ഞാൻ PR ശിവശങ്കർ, ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ ത്വരയില്ലായ്മയും നമ്മൾ പോയ കാലങ്ങളിൽ പറഞ്ഞതാണ്. റജി ലൂക്കോസ് ആദ്യഘട്ടത്തിലും 2ാം ഘട്ടത്തിൽ അത് തന്നെ ആവർത്തിക്കുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ അഴിമതികളെക്കുറിച്ച് BJP ബുക്ക്ലെറ്റ് ഇറക്കിയതാണ്. BJP-യിൽ ചേർന്നു, കേസ് ആവിയായി. നാരായൺ റാണെ BJP-യിൽ ചേർന്നു, കള്ളപ്പണ കേസൊക്കെ സ്വാഹ. മാന്യൻ, പെമാ ഖണ്ഡു, അജിത് പവാർ കോർപ്പറേറ്റ് സ്കാം എവിടെ ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പ്രഫുൽ പട്ടേൽ എയർക്രാഫ്റ്റ് പർച്ചേസ് കേസുണ്ട്, എവിടെ കിടക്കുന്നു അറിയില്ല. ഛഗൻ ഭുജ്ബൽ ED ചാർജ് ഷീറ്റ് കൊടുത്തതാണ് 2016, എവിടെ പോയെന്ന് അറിയില്ല. അങ്ങനെ BJP-യിൽ ചേർന്നപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ കേസുകൾ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ച എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഈ സമയം കഴിയും? എങ്ങനെ നമ്പും ഈ അന്വേഷണങ്ങളെ PR ശിവശങ്കർ? ഞാൻ തിരിച്ചു നോക്കട്ടെ. ഇപ്പോൾ ഈ കേരളത്തിൽ ഈ അന്വേഷണം നടക്കുന്ന ED ആയാലും അതുപോലെ തന്നെ മറ്റുള്ള കസ്റ്റംസിൻ്റെയോ അല്ലെങ്കിൽ SFIയുടെയോ CBIയുടെ അന്വേഷണം നടത്തുന്ന ഏജൻസികളിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലോ ഇത്തരത്തിലുള്ള കളങ്കിതരല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് AK ആന്റണിയോ മൻമോഹൻ സിംഗിൻ്റെ നേരെ അന്വേഷണമുണ്ടോ? G സുധാകരൻ്റെ നേരെയോ അതല്ലെങ്കിൽ അതുപോലെ C രവീന്ദ്രനാഥിനെയോ ശൈല ടീച്ചറുടെ നേരെയോ അന്വേഷണമുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാവുന്ന ഈ പൊതുമേഖലകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കളങ്കിതരല്ലാത്തവരുടെ നേരെ അന്വേഷണമില്ലല്ലോ. അന്വേഷണമുള്ളത് കളങ്കിതരാണ് എന്ന് പൊതുജന സമൂഹം വിശ്വസിക്കുന്ന ആളുകളുടെ നേരെയാണ് അന്വേഷണം. എങ്ങനെയാണ് കളങ്കിതരായി ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട് കളങ്കിതരല്ലാതാവുന്നത്? അതാണ് ചോദ്യം. കളങ്കിതരായവർ BJP-യിലേക്ക് വരുമ്പോഴേക്കും ജ്ഞാനസ്നാനം ചെയ്യപ്പെടുന്നു, കളങ്കിതരല്ലാതാവുന്നു, ശുദ്ധരാവുന്നു.
ഞാൻ പറഞ്ഞ കുറച്ച് ഉദാഹരണം മാത്രമുണ്ട്. ഇനിയും 10-12 ആ ജ്ഞാനസാൻസിന്റെ കഥ നാളെ ചർച്ച ചൂണ്ടിക്കാണിക്കാനുണ്ട്. ചെയ്യാം. ആഷ്മിക്ക് ഈ ചർച്ച മാറ്റണമെന്ന് എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കരുതെന്ന് ആഗ്രഹമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നേരത്തെയും എൻ്റെ സമയം കട്ട് ചെയ്ത് പോയത്. മറ്റുള്ള പലർക്കും കൂടുതൽ സമയം കൊടുക്കുമ്പോൾ എന്നോട് സമയം കട്ട് ചെയ്യുന്നതിൽ ആഷ്മിക്ക് ചില പ്രത്യേക താല്പര്യവും ആഗ്രഹവും സന്തോഷവും ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോട്ടെ, ഒന്ന് ജോസഫ് സി മാത്യു പറഞ്ഞല്ലോ, അദ്ദേഹം സാധാരണഗതിയിൽ വളരെ സത്യസന്ധമായി കൃത്യമായി കാര്യങ്ങൾ പറയുന്നതാണ്. KSIDC കത്ത് കൊടുത്തു എന്ന് ജോസഫ് സി മാത്യു ഇതിനിടയ്ക്ക് പറഞ്ഞു പോയി. ഏത് കത്ത് എപ്പോൾ കൊടുത്തു? എപ്പോഴാണ് KSIDC CMRL കത്ത് കൊടുത്തത്? ഈ കണക്ക് വരെ ഞാൻ പല കുറി ചോദിച്ചിരുന്നു. ROC പല കുറി ചോദിച്ചപ്പോഴും കത്ത് കൊടുത്തിട്ടില്ല എന്നും ചർച്ചയിൽ അരുൺകുമാർ അത് ഞങ്ങൾ അക്നോളജ്മെന്റ് മറ്റേ രജിസ്റ്റേർഡ് ഓഫ് പോസ്റ്റ് അയച്ചു എന്നുമാണ് പറഞ്ഞത്. നോർമലി മെയിൽ അയച്ചാൽ ദേ ക്യാൻ പ്രൊഡ്യൂസ് ഒരു കോപ്പി. അവർ കാണിച്ചില്ല. ROC കൃത്യമായിട്ട് അത് കത്ത് അയച്ചിട്ടില്ല എന്നും ഇവർ ഒരു മറുപടി തന്നില്ല എന്നും പറഞ്ഞപ്പോൾ പോലും ചോദിച്ചില്ല. ഇനി ഇന്നെങ്ങാനും കൊല്ല കത്ത് അയച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ അത് ജോസഫ് മാത്യു പറയണം കത്ത് അന്നല്ല അയച്ചത് ഇന്ന് അയച്ചു എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യവും കൂടി ഉണ്ട്. ഇത് CMRL മാത്രമല്ല, KSIDCക്ക് ഷെയർ ഉള്ള മറ്റനേകം കമ്പനികളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന 43ഓളം കമ്പനികൾ ഞാനിപ്പോൾ വായിച്ചു. ഇത്തരത്തിലുള്ള കമ്പനികളിൽ എന്താണ് KSIDC ചെയ്തത്? KSIDC ഡയറക്ടർമാർ എന്താണ് ചെയ്തത്? ഇത്തരത്തിൽ ലാഭവിഹിതം സംസ്ഥാനത്തെ ഗവൺമെന്റിന് കിട്ടാതെ ലാഭവിഹിതം ഏതാണ്ട് 4,000 ലക്ഷം രൂപ മാത്രം, 44 കോടി രൂപയോ മാത്രം ചെറുതാക്കുന്ന രീതിയിൽ KSIDC സംസ്ഥാന സർക്കാരിനെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന രീതിയിൽ ഇവിടെ IAS-കാർ 4-5 പേര് അതിനകത്തുണ്ട്. ഇവരൊക്കെ ഇരുന്നിട്ട് KSIDC ഈ CMRL മാത്രമല്ലെന്നേ, കേരളത്തിലെ പല കമ്പനികളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്. അവിടെ എല്ലാം SFIന്റെ അന്വേഷണം വേണം, KSIDCയിലേക്ക് അന്വേഷണം വേണം. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇത് ഒരു ചെറിയ തട്ടിപ്പിൻ്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. അന്വേഷണം പോകേണ്ടത് KSIDCയിലേക്കാണ്, എക്സാലോജിക്കിലേക്കാണ്. എംപവർ ഇന്ത്യയുടെ മാത്രമല്ല മറ്റു പല പണവും ഈ തരത്തിലുള്ള KSIDC എക്സാലോജിക്കിൽ വന്നിട്ടുണ്ട്. CMRLന്റെ കാര്യത്തിൽ ഈ കമ്പനി, ഈ KSIDയുടെ കാര്യത്തിൽ CMRL എന്ന് മാത്രമല്ല മറ്റു പല കമ്പനിക്കും ഉണ്ടാകേണ്ട ലാഭവിഹിതവും കുറച്ച് കാണിച്ചപ്പോൾ ഇവർ നിശബ്ദരായിരുന്നു. ഇത് അന്വേഷണം വന്നപ്പോൾ മാത്രമാണ് CMRLലേക്ക് കത്തയച്ചത്. അപ്പോൾ KSIDC ആണ് ഇതിൽ ആദ്യത്തെ കൊള്ളക്കാരൻ. കേരളത്തിലെ ജനങ്ങൾക്ക് CMRL തട്ടിപ്പ് കാണിക്കുന്നുണ്ട്, അതെല്ലാം ഒരു പ്രൈവറ്റ് കമ്പനി കാണിക്കും. പക്ഷേ KSIDC സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം കൊണ്ട് IAS-കാരനും അതിലെ ഡയറക്ടർമാരും ഇരുന്നു കൊണ്ട് സംസ്ഥാനത്തെ മറ്റുള്ള കമ്പനികളെ കൊള്ളയടിക്കാൻ സഹായിച്ചു എന്നുള്ള വലിയ കുറ്റവും കൂടി ഉണ്ട്. അതിനെതിരെയും കൂടെ അന്വേഷണം വേണം. അതല്ലാണ്ട് ഇത് വെറും എക്സാലോജിക്കിലെ ഒരു സംരംഭകയുടെ മാത്രം തെറ്റല്ല. കഴിഞ്ഞ 8-9 വർഷമായി നിരന്തരം KSIDCയെ കൊള്ളയ്ക്കുള്ള മുഖമായി സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചു എന്നാണ് ഈ അന്വേഷണം കൊണ്ട് തെളിയാൻ പോകുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കാൻ പോകുന്നത്. ഇത് ചെറിയ ഒരു തട്ടിപ്പായി ഞാൻ കണക്കാക്കുന്നില്ല. തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ല എന്ന സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുക്കുന്നു. 2018 പ്രളയം ഉണ്ടാവുന്നു. അവിടുന്ന് പ്രളയം ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ ധാതുമണൽ വാരി മാറ്റുന്നു. അപ്പോൾ മുതൽ CMRLന്റെ ലാഭം റോക്കറ്റ് പോലാണ്. അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം അന്വേഷണം വരട്ടെ. ജോസഫ് സി മാത്യു KSIDC ബന്ധപ്പെട്ട PR ശിവശങ്കർ ചോദ്യത്തിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് 150 കോടി വാങ്ങി എന്ന അതിഗുരുതരമായ ആരോപണം ഒരു സാമാജികൻ നിയമസഭയിൽ രേഖാമൂലം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഒരു പ്രതിഷേധം ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് കേരളം കലാപഭൂമിയാകാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പോലും അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? ശ്രീ ജോസഫ് സി മാത്യു. ഹാഷ്മി, KSIDCയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അതായത് കമ്പനി നിയമത്തിൻ്റെ സെക്ഷൻ 206 പ്രകാരം ROC നടത്തിയ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ KSIDCയോട് ചോദിച്ചപ്പോൾ അവർ ചോദ്യങ്ങൾക്ക് മറുപടി തന്നില്ല, പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചല്ല. ഞാൻ പറഞ്ഞത് CMRL എന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി ലാഭവിഹിതം മറച്ചുവെച്ച് ഒരു ഫ്രോഡുലൻറ്റ് പ്രാക്ടീസ് ഇവിടെ കാണിച്ചു. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പറയുന്ന പോലെ MDക്ക് മാത്രമല്ല, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കൊക്കെയാണ്. ആ ഡയറക്ടർ ബോർഡിൽ KSIDC ഉണ്ട്. KSIDC അതുകൊണ്ട് തന്നെ ഈ ക്രമക്കേടിന്, ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ അതിനുശേഷം ഇത് പിടിവീഴും എന്നാകുന്ന ഘട്ടത്തിൽ അവർ സ്വയം തടി രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ സംസ്ഥാനത്തിന് നഷ്ടം വരുത്തി എന്നുള്ള രീതിയിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയോ എന്തോ അവരൊരു കത്ത് CMRLന് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 18 കോടി രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു കത്തുണ്ട്. അത് ശിവശങ്കറിനും പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
ഷോൺ ജോർജിൻ്റെ കയ്യിലും അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അത് രണ്ടുപേരും BJP അംഗങ്ങളാണല്ലോ, ചിലപ്പോൾ പെട്ടെന്ന് അത് ലഭിക്കാൻ കഴിയുമായിരിക്കും. അപ്പോൾ അതൊരു കാര്യം. രണ്ട്, അങ്ങനെ ചെയ്ത ശേഷവും ഈ പ്രതികൾക്ക് അനുകൂലമായി കോടതിയിൽ ഡിഫൻസ് ചമയ്ക്കാൻ വേണ്ടി പൊതുപണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വക്കീലിനെ കൊണ്ടുവരികയാണ്. അതായത് വീണ വിജയന് വേണ്ടി, എക്സാലോജിക്കിന് വേണ്ടി, CMRLന് വേണ്ടി, KSIDCക്ക് വേണ്ടി പൊതുപരിചയം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തുക KSIDC മുടക്കുകയാണ്. അപ്പോൾ വീണ്ടും തുക പോകുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നാണ്. ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച അതുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത് ഇവിടെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആക്ഷേപത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാകാത്തത് ആരുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്? ഇങ്ങനെ ഒരു വിവരം ലഭിച്ചാൽ എന്താണ് നടപടിക്രമം? അത് വിവരം ഉള്ള പെറ്റീഷണർ കോടതിയിൽ പോയി അതിൻ്റെ നിയമ നടപടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന കഥ ആരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്? അവിടെ ഉണ്ടല്ലോ ഒരു MLA കൻ്റോൺമെൻറ് ഹൗസിൽ കൊണ്ടുവന്ന് കലാപാഹ്വാനത്തിന് കേസ് കൊടുക്കുന്ന ഒരു കടലാസ് കൊടുക്കുന്ന ഒരു MLA ഉണ്ടല്ലോ, അദ്ദേഹത്തിനെങ്കിലും ഒരു കടലാസ് കൊണ്ടുവന്ന് കൻ്റോൺമെൻറ് സ്റ്റേഷനിൽ കൊടുത്തൂടെ? ആഭ്യന്തരമന്ത്രി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ ആരോപണത്തിൽ തെളിവ് തരാമെന്ന് ഒരു നിയമസഭാ സാമാജികൻ പറയുമ്പോൾ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? വളരെ നിരുത്തരവാദപരമായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലിൽ വന്ന കാര്യത്തെക്കുറിച്ച് എവിടെയോ വന്ന ആക്ഷേപം കോടതിയിൽ വരുമ്പോൾ മറുപടി പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് എക്സാലോജിക്ക് പറയേണ്ട മറുപടിയുടെ ബാധ്യത CPMൻ്റെ സെക്രട്ടേറിയറ്റ് ഏറ്റെടുത്തത്? ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞ അദ്ദേഹം പാർട്ടി മെമ്പറാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ഒരു പ്രശ്നം വന്നാൽ ഇങ്ങനെ CPM ഏറ്റെടുക്കുമോ? ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുമോ? ഇത് നാടാടെ സംഭവിക്കുന്നതാണെന്ന് നമുക്കറിയില്ലേ? അപ്പോൾ ഇവർക്കെല്ലാവർക്കും അറിയാം ഇത് എങ്ങോട്ടേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സാലോജിക്ക് എന്ന് പറയുന്നത് ഒരു പോക്കറ്റ് മാത്രമാണ്. ഈ മുഴുവൻ ഓർഡറിലും പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്കൽ കറപ്ഷനെ കുറിച്ചാണ്. വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ആ പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ കർത്താ പണം ഇറക്കുന്നത് വെറുതെ ഇറക്കില്ല. മുഖ്യമന്ത്രിയുടെ പേര് അതിലുണ്ട്. അതെ, 1 രൂപ മുടക്കിയാൽ 100 രൂപ എന്ന നിരക്കിലെ കർത്താ പണം ഇറക്കാറുള്ളൂ സാധാരണ. അപ്പോൾ എന്തായാലും അതടക്കം അന്വേഷണം നടക്കുന്നത് നമുക്കറിയാം. അന്വേഷണം ഏതുവരെ പോകുമെന്നറിയാം. പിന്നെ റെജി ലൂക്കോസ് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 150 കോടി രൂപ കേരളയിൽ അട്ടിമറിക്കാൻ വാങ്ങിയെന്ന PV അൻവർ MLA സാമാജികൻ നിയമസഭയിൽ പറയുന്ന ആധികാരികമായി പറയുന്നതിന് തെളിവുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ DYFI അടക്കം SFI അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ CPM അടക്കമുള്ള സംഘടനകൾ തെരുവിലിറങ്ങണം. പ്രതിപക്ഷ നേതാവിനെ വഴിയിൽ തടയണം. കാര്യം അത്രത്തോളം കൊടിയ അഴിമതി നടത്തി സംസ്ഥാനത്തിൻ്റെ ഒരു സ്വപ്നം അത് തടയാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവിനെ എതിരെ പ്രതിഷേധം തെരുവിൽ ആവശ്യമുണ്ട്. അല്ലേ? എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.